സോ ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഡേ കാണാം. ഈ കലാപരിപാടി ഇപ്പോൾ കുറേ നാളായിട്ട് തുടങ്ങിയതാണെങ്കിലും ഓരോ വട്ടവും പിന്നെയും ടെൻഷനാണ്. അങ്ങനെ നമ്മൾ രാവിലെ പല്ലൊക്കെ തേച്ച് സെറ്റായി, വെറുതെ അവരെ ബോധം കെടുത്തണ്ടല്ലോ. പിന്നെ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അറിയത്തില്ല, രാവിലെ എണ്ണീറ്റപ്പോൾ തൊട്ടേ വയറിനൊരു ആന്തലായിരുന്നു. ഞാൻ കരുതിയ വിശപ്പാന്ന്, പിന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ ടെൻഷനാണ്. ഡ്രസ്സും ഒന്നും സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, കാരണം രാത്രി മൊത്തം ആലോചനയായിരുന്നു പോണോ വേണ്ടോ. കാരണം ഇത് ഇത്തിരി ദൂരെയുള്ള കമ്പനിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇൻ്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്തേക്കാം. പുതിയ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് മാർക്കറ്റിൽ ഇറങ്ങിയെന്ന് അറിയണമല്ലോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ അറ്റൻഡ് ചെയ്തേക്കാം. അപ്പം ഇന്ന് എനിക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ ഏതിടണമെന്ന് കൺഫ്യൂഷനായിട്ട് കുറച്ച് സമയം അങ്ങനെ കളഞ്ഞു. അങ്ങനെ ഞാൻ ഓഡിയൻസ് പോൾ ഇട്ടപ്പോൾ എൻ്റെ ഭർത്ത് പറഞ്ഞു ഇതിട്ടാൽ മതിയെന്ന്. പിന്നെ എനിക്ക് പണ്ടേ തേക്കാനും അറിയില്ല, തേക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അത് കാരണം ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളൊന്നും എടുക്കാറില്ല. മെറ്റീരിയലൊക്കെ തേക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് വെറുതെ ഡ്രസ്സ് നശിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ ഒരു കർമ്മം ഞാൻ ചാച്ചനെ എങ്ങേൽപ്പിച്ചു. അവനാകുമ്പോൾ നല്ലതായിട്ട് തേക്കാൻ അറിയാം. അങ്ങനെയല്ല, എന്നാലും അങ്ങനെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കൈ കിട്ടി. പക്ഷേ പാൻറ്റ് കയറുന്നില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പാൻറ്റ് മാറ്റി. അങ്ങനെ ബസ് സ്റ്റോപ്പ് വരെ ചാച്ചൻ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് എന്നോട് പാട്ടും പാടി നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ പാട്ട് കേട്ടോണ്ട് നടന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കും ഒരുവിധം ഒതുക്കി വെച്ച മുടിയെല്ലാം എഴുന്നേറ്റിക്കാൻ തുടങ്ങി. അങ്ങനെ ലുക്കിലെങ്കിലും പിടിക്കാന്നുള്ള പ്രതീക്ഷ പോയി. അങ്ങനെ കുറേ നേരം ബസ് സ്റ്റോപ്പിൽ തന്നെ പാട്ടൊക്കെ കേട്ടിരുന്നു. അത് കഴിയുമ്പോൾ ബസ് വന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് യാത്ര തുടങ്ങി. നമ്മൾ നിൽക്കുന്ന സ്ഥലം മുംബൈയിലെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. മിക്കവാറുള്ള ഫിലിംസിലൊക്കെ ഈ ഒരു സ്ഥലങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ ചന്ദ്രലേഖ സിനിമയിൽ ലാലേട്ടൻ ശ്രീനിവാസ് സാറും കൂടെ ഒരു സീനില്ലേ, എല്ലാവർക്കും അറിയാം ആ സീൻ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് പറ്റിയൊരു ഡയലോഗായിരുന്നു അത്. ഇല്ലെങ്കിൽ പിന്നെ മുംബൈയിലുണ്ടായിരുന്നൊരു ജോലി കളയാനും എന്നിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ ഒറീസയ്ക്ക് പോകാനായിട്ട് റിസൈനും ഇട്ട് 2 മാസത്തെ നോട്ടീസ് പീരീഡും കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ഇടന്ന് ഹസ്ബൻഡിന് ട്രാൻസ്ഫർ വരുമോ മുംബൈയിലേക്ക്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി CST സ്റ്റേഷനിലേക്ക് പോവുകയാണ്. CST സ്റ്റേഷൻ്റെ എൻട്രൻസ് അല്ല, ഇതൊരു ഷോർട്ട് കട്ടാണ്. ഇവിടുത്തെ ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഇതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഒരു പണിഞ്ഞതാണെന്ന് ആലോചിക്കുമ്പോഴാണ്. ഈ നാടിൻ്റെ തന്നെ ഒരു പ്രത്യേകത, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും പിന്നെ തിരിച്ചു പോകാൻ തോന്നത്തില്ല. ഇവിടെ വന്ന് കുറച്ച് നാൾ നിന്നിട്ടുള്ളവർക്ക് ആർക്കും പിന്നെ തിരിച്ചു പോകാൻ തോന്നത്തില്ല. അത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമല്ല, ഞാനിവിടെ പരിചയപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. ചാച്ചൻ്റെ ഈ ഫ്രണ്ട്സിനൊക്കെ ട്രാൻസ്ഫർ വരുമല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് അതിന് കൊച്ചിയിലാണെങ്കിൽ പോലും അവർ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലെന്ന്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ CST സ്റ്റേഷനൊക്കെ എത്തി. ഇതാണ് സ്റ്റേഷൻ്റെ ഒരു വൈബ്. ഇവിടെ ഇതിലും തിരക്ക് കാണുന്നതാണ്. ഞാൻ ഈ വെളുപ്പിനെ ഇറങ്ങിയതുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവ്. അപ്പം നമുക്കിനി ടിക്കറ്റ് എടുക്കാം. കുറേ നാളെ മിഷനിൽ ടിക്കറ്റ് എടുത്തിട്ട്. ഞാനിങ്ങനെ സീസൺ ടിക്കറ്റ് എടുത്തിട്ടേക്കുമായിരുന്നു UTS ആപ്പിൽ. നമ്മൾ എല്ലാ ദിവസവും പോകുന്നത് കൊണ്ട്, അതുകൊണ്ട് കുറേ ഒന്ന് തപ്പി സ്ഥലമൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനും ഒക്കെ. ആപ്പിൽ എടുത്തിട്ടെന്ന് എന്തുകൊണ്ട് നല്ലത്, കാരണം ഇപ്പോഴായതുകൊണ്ടാണ് ഇത്ര തിരക്കില്ലാത്തില്ലെങ്കിൽ ഇവിടെയൊക്കെ ക്യൂ ആണ്. നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പോകേണ്ട ട്രെയിനെല്ലാം പോയിക്കോളും. സോ അങ്ങനെ നമ്മൾ ഇതിൽ സ്ഥലമൊക്കെ സെലക്ട് ചെയ്തു. എനിക്ക് വാശിയിലാണ് ഇറങ്ങേണ്ടത്. വാശി ഇറങ്ങിയിട്ട് പിന്നെയും കുറച്ച് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഈ ലോക്കൽ ട്രെയിനിൻ്റെ റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആയതുകൊണ്ട് എല്ലാവരും ഇതേ പ്രിഫർ ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ടിക്കറ്റൊക്കെ വന്നു. ഇനി നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 2 പോവാം. അവിടെയാണ് നമുക്ക് പോകാനുള്ള വണ്ടി വരുന്നത്. അപ്പം നമുക്ക് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇതുണ്ടല്ലോ, ഒരു രാജകൊട്ടാരത്തിൻ്റെ ഫീലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതൊരു സ്റ്റേഷനാണെന്ന് പറയുകയില്ല. പണ്ട് ഇതേതോ ഒരു കൊട്ടാരോ അങ്ങനെ എന്തോ ആയിരുന്നെന്നാണ് ആരൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല അതിനകത്തെ സത്യമൊന്നും. പക്ഷേ ഇത് ഭയങ്കര വേറെ ലെവൽ ഓഫ് വൈബാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എൻട്രൻസ് ആണ് അടിപൊളി. അത് ഇറങ്ങുന്നതിനകത്ത് കാണിച്ചു തരാവേ. ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കൗണ്ട് ഡൗൺ ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് 12 ആകുമ്പോഴത്തേക്കും എല്ലാ ട്രെയിൻസും നിരന്ന് നിന്നിട്ട് ഒരുമിച്ച് ഓണാക്കുവേ. അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാവരും ഇവിടെ കാണും. അങ്ങനെ കാഴ്ച കണ്ട് വീഡിയോ എടുത്ത് നടന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ട്രെയിനിൽ കയറി. ഇതാണിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ട്രെയിൻ. കയറിയപ്പോൾ തന്നെ വെള്ളം കൂടി തുടങ്ങി. ഇവിടെ ഇപ്പം നല്ല ചൂടുമാണ്, പിന്നെ ഉള്ളിൽ നല്ല ടെൻഷനുമാണ്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് തീരുമായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അധികം തിരക്ക് കാണത്തില്ല കേട്ടോ, കാരണം ഇതിത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അധികം ആൾക്കാർ കാണില്ല. അവിടുന്ന് മിക്കവാറും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നാണ് ജോബ് ചെയ്തിട്ട് പോകുന്നത്. അത് കാരണം നമ്മൾ സേഫാണ്. ഇവിടെ പിന്നെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അക്കോമഡേഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ടാറ്റയോ ബിർളയുടെ മക്കളായിരിക്കണമായിരുന്നു ഇവിടെയൊക്കെ താമസിക്കാൻ. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ അടുക്കാറായിട്ടുണ്ട്. ഇതാണ് വാശി ബ്രിഡ്ജ്. അടുത്താണ് നമ്മുടെ ഇറങ്ങേണ്ട സ്റ്റേഷൻ.
അങ്ങനെ നമ്മൾ വാഷി സ്റ്റേഷനിലൊക്കെ ഇറങ്ങി. ഇതും ഇത്തിരി ഹാപ്പനിങ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ മൊത്തം മേൾസും കാര്യങ്ങളും ഒക്കെയാണ്. അതുമല്ലാതെ നമ്മൾ ലോക്കൽ ട്രെയിനിൻ്റെ മാപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ വെസ്റ്റേൺ ലൈനിന്നും സെൻട്രൽ ലൈനിന്നും ഒക്കെ കാണും. അപ്പം അതിനെയെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ലിങ്കാണ് ഈ ഒരു സ്റ്റേഷൻ. ചെന്നിറങ്ങിയപ്പോൾ തന്നെ വയറ് കിടന്ന് ഫുഡ് എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ലല്ലോ, വേറെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ഇവിടെ ഒത്തിരിയും സ്റ്റോൾസൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് വടയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ 4 എണ്ണം തന്നു കേട്ടോ. ഞാൻ അന്നേരം അത്ഭുതപ്പെട്ടു, ഞാൻ ഇതെങ്ങനെ കഴിക്കുമെന്ന്. പക്ഷേ അത് പുട്ട് പോലെ ഇറങ്ങിപ്പോയത്. ടെൻഷൻ കാരണമാണോ അതോ വിശപ്പ് കാരണമാണോ എന്തുവാണെന്നറിയത്തില്ല. എന്നിട്ട് നേരെ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു അടുത്ത വണ്ടി പിടിക്കാൻ. അങ്ങനെ നമ്മൾ പറഞ്ഞ സമയത്തിനേക്കാളും 10 മിനിറ്റ് നേരത്തെ അവിടെ എത്തി, കഴിവ് തെളിയിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യിച്ചു. എന്നിട്ട് പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ അവരെ അപ്രിഷ്യേറ്റ് ചെയ്തു, ഗുഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പട്ടിച്ചന്തയ്ക്ക് പോയതുപോലെ സാൻപട സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇൻ്റർവ്യൂ 2-3 പേരുടെ മാറിയുള്ള ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 3:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10:20 എത്തിയ ഞാൻ പുറംലോകം കാണുന്ന 3:30 ആയപ്പോഴാണ്. എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ചാച്ചൻ ചിന്തിച്ചു ഇവളിനി ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് ആരെങ്കിലും ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞവരുടെ കൂടെ പോയോന്ന്. അങ്ങനെ ചിന്തിച്ചതിലും തെറ്റ് പറയാൻ പറ്റത്തില്ല, കാരണം ഫുഡ് നമ്മുടെ വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ മണ്ടത്തരങ്ങളൊക്കെ വീണ്ടും അയവിറക്കി ഒരു യന്ത്രമായി മാറി ഞാൻ. കണ്ടോ, അത്രയ്ക്ക് കോൺഫിഡൻസാണ് എനിക്ക് എന്നെപ്പറ്റി. ഇങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ വന്നു. വിശന്നിട്ടാണെങ്കിൽ നിൽക്കാമായിരുന്നു, എങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. പിന്നെ ചൂടും. അങ്ങനെ നമ്മൾ തിരിച്ച് CST സ്റ്റേഷനിലെത്തി. ഇതാണ് എൻ്റെ എൻട്രൻസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കാണിച്ചു തരും. ഇവിടെ ഒട്ടുമിക്ക ഇങ്ങോട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും ഇവിടെ നിന്നിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടാവും, അത് ഉറപ്പാണ്. കാരണം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മുംബൈയിലെത്തിയെന്നൊരു തെളിവായിട്ട് ആൾക്കാർ ഇതിനെ കാണുന്നത്. പോരാത്തതിന് മുംബൈയിലെത്തിയെന്ന് അറിയിക്കുകയും വേണം, എന്ന ആൾക്കാരിനോടത് പറയുകയും ചെയ്യരുത് എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ ഒരു ഒറ്റ ഫോട്ടോ ഇട്ടാൽ മതി. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിക്കോളും നിങ്ങൾ മുംബൈയിലാണ്. ഇവിടെ ഇപ്പം മുടിഞ്ഞ വെയിലാണ്, അങ്ങനെ കരിഞ്ഞൊരു പരുവായി ഞാൻ. എന്നാലും ആ കോൺഫിഡൻസ് ചിരിയും എൻ്റെ മുഖത്തൊന്നും മാറിയിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് കരയാനുള്ളത്. എന്തായാലും ഇറങ്ങിയതല്ലേ, ഇതെങ്കിലും നടക്കട്ടെന്ന് വിചാരിച്ചു. ഇവിടെ ശരിക്കും ഒരു വൈകുന്നേരം രാത്രി ടൈമിൽ വരണം. അപ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ അടിപൊളിയാണ് കാണാൻ. അഥവാ ജോബൊന്നും സെറ്റായില്ല, എൻ്റെ പ്ലാൻ B ഇതാണ്. ഇതുപോലെ ഇവിടുന്ന് കുറച്ച് ഹോൾസെയിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നാട്ടിൽ കൊണ്ടുപോയി വിറ്റായിട്ടായാലും ഞാൻ ജീവിക്കും എന്നാണ് എൻ്റെ കോൺഫിഡൻസ്. ഇവിടെ ഭയങ്കര വിലക്കുറവാട്ടോ സാധനങ്ങൾക്ക്. പിന്നെ ഇവിടെ ഇതുപോലെ ഡബിൾ ഡെക്കർ ബസ്സുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഞാൻ ഇതുവരെ ഇതിനകത്ത് കയറിയിട്ടില്ല. ഇന്നത്തെ പരിപാടി എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. എനിക്ക് പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു, മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള ബസ്സുണ്ട് അതിൽ കയറണമെന്ന്. അതിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടപ്പം കണ്ടക്ടറിന് കൊണ്ടുപോകാതെ ബസ് പോവുക എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ആർക്കറിയാം ഇതിൻ്റെ ടെക്നോളജിയൊക്കെ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കുറേ നേരം വെയിൽ കൊണ്ടു. എൻ്റെ ബസ് ഒഴിച്ച് ബാക്കി എല്ലാ ബസ്സും വരുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ബെസ്റ്റ് ടൈമാണ്. ഇപ്പം ഞാൻ കൊതുക് അടിച്ചു കഴിഞ്ഞാലും ചാവും, അതാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ നീണ്ട 1 മണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ എനിക്ക് ഭ്രാന്ത് കയറിയിട്ട് ഞാൻ ടാക്സി പിടിച്ച്. അപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇനി 2-3 എണ്ണം ലൈനിലുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ഇൻ്റർവ്യൂ ഒക്കെ പോയി കൊടുക്കുകയും. അപ്പം നമുക്ക് അടുത്ത കാവിലെ പൂരത്തിന് കാണാം. ബൈ.